മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കാൻ നടക്കുന്ന കള്ളന്മാരോടാണ്. നിങ്ങൾ എൻ്റെ ഈ ഫോൺ മോഷ്ടിച്ചാൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പോലീസ് പൊക്കുകയും ചെയ്യും, എൻ്റെ ഈ ഫോൺ തിരികെ ലഭിക്കുകയും ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടാൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കും. അപ്പം ആ ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യണം. ആ ഒരു കംപ്ലയിൻറ്റിൻ്റെ രജിസ്റ്റർ ചെയ്ത കോപ്പി അല്ലെങ്കിൽ അവർ തരുന്ന ഒരു ഇൻവോയ്സ് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. അതായത് പോലീസ് സ്റ്റേഷൻ തരുന്ന ഒരു ഇൻവോയ്സ് സൂക്ഷിച്ച് വെക്കുക. നമ്മൾ ഗൂഗിൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട പറഞ്ഞാൽ നമ്മൾ സെർച്ച് ബാറിനകത്ത് CEIR എന്ന് പറയുന്ന ഓപ്ഷൻ സെർച്ച് ചെയ്യുക. CEIR ഈ CEIR നടക്കുന്നുണ്ടോ, ഈ ഒരു സൈറ്റ്, ആ ഒരു സൈറ്റിലേക്ക് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അതായത് ഈ ഒരു സൈറ്റിലെ ബ്ലോക്ക് ഓർ സ്റ്റോളൻ ലോസ്റ്റ് മൊബൈൽ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് എടുക്കേണ്ടത്. റിക്വസ്റ്റ് ഫോർ ബ്ലോക്കിംഗ് ലോസ്റ്റ് ഓർ സ്റ്റോളൻ മൊബൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ നഷ്ടപ്പെട്ട മൊബൈലിൻ്റെ മൊബൈൽ നമ്പർ, അതിനകത്ത് അവർ മാൻഡേറ്ററി ആയിട്ട് കൊടുത്തിരിക്കുന്നത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതായത് ഈ ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട്, ചുവന്ന സ്റ്റാർ കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഏതൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. ഈ ലോസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കാണാം. ആ ഒരു ലോസ്റ്റ് പ്ലേസ് എവിടെ നിന്നാണ് നമുക്ക് നഷ്ടപ്പെട്ട നമുക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ഏത് സ്റ്റേറ്റ് വെച്ചാണ്, ഏത് പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ വെച്ചാണ് കൊടുത്തിരിക്കുന്നത്, അതായത് പിന്നെ വരുന്നത് ഡിസ്ട്രിക്ട്, അത് നമുക്കറിയാലോ ഒരു കാര്യങ്ങൾ. പിന്നെ വരുന്നത് പോലീസ് കംപ്ലയിൻറ്റ് നമ്പറാണ്. അതായത് ഞാൻ പറഞ്ഞ ആ ഒരു ഇൻവോയ്സ് ഉണ്ടല്ലോ, നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത ഒരു നമ്പർ, ആ ഒരു നമ്പർ ഇവിടെ കൊടുക്കുക. അതോടൊപ്പം തന്നെ ആ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത ഇൻവോയ്സോ അല്ലെങ്കിൽ നമ്മൾ ആ സ്റ്റേഷനിൽ കൊടുത്തേക്കുന്ന കംപ്ലയിൻറ്റിൻ്റെ കോപ്പിയോ നമുക്ക് ഇവിടെ അപ്ലോഡ് കൊടുക്കാൻ പറ്റും. കണ്ടോ, ഇത്ര കൊടുത്ത് ഈ ഒരു ക്യാപ്ചയും കൊടുത്തിട്ട് നമുക്ക് ഗെറ്റ് OTP കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു OTP വരും. അതിനുശേഷം ഇത് ഡിക്ലറേഷൻ സെർച്ച് ടിക്ക് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. അതാ ഏറ്റവും താഴെ സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ ഈ ഒരു കംപ്ലയിൻറ്റ് വീണ്ടും രജിസ്റ്റർ ആവും. ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മളെ ഫോൺ അപ്പം തന്നെ നമുക്ക് ബ്ലോക്ക് ആവും. അത് നമ്മുടെ സിം ഇട്ടിരിക്കുന്ന ഫോൺ അപ്പം തന്നെ ബ്ലോക്ക് ആവും. പിന്നെ ആരെന്ത് ചെയ്താലും ശരി, ആ ഒരു ഫോണും കൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനം ഇല്ലാതാവും.